അവകാശവാദവും വലിയ ആത്മവിശ്വാസമാണ് CPM മുന്നോട്ട് വെക്കുന്നത്. ഇത്തവണ ഭരണ തുടർച്ചയ്ക്ക് വേണ്ടിയുള്ള വോട്ടെടുപ്പാണ് നടക്കുന്നത്. കേരളം ചരിത്രം എഴുതുന്നു. ഇതാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ. അരുൺ, CPM വലിയ ആത്മവിശ്വാസം പങ്കുവെക്കുന്നുണ്ട്. സമാനമായ ആത്മവിശ്വാസമാണ് UDF-ഉം. 100-ലധികം സീറ്റാണ് VD സതീശനും പറയുന്നത്. മുന്നണികൾ അവകാശവാദങ്ങൾ മുന്നോട്ട് വയ്ക്കുമ്പോൾ ഒരു ട്രെൻഡ് സൂചനകളൊന്നും കേരളത്തിൻ്റെ ഈ പോളിംഗ് ശതമാനം വെച്ച് നമുക്ക് പറയാനുമാവില്ല. 76% ഒരു കോവിഡ് പശ്ചാത്തലത്തിൽ നടന്ന കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്തുണ്ടായത്. അപ്പോൾ പോളിംഗ് ശതമാനം ഉയരും എന്ന് തന്നെ നമുക്ക് കരുതണം, അല്ലേ? തീർച്ചയായിട്ടും പോളിംഗ് ശതമാനം ഉയരാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇപ്പോഴത്തെ ഒരു തിരക്കൊന്നും പൂർണ്ണമായും പോളിംഗ് ശതമാനത്തെ ഗുണകരമായി സഹായിക്കുമോ എന്ന് വ്യക്തമല്ല. അതിലിപ്പോൾ CPM ജനറൽ സെക്രട്ടറി MA ബേബി വോട്ട് ചെയ്യുകയാണ്. MV ഗോവിന്ദന്റെ അവകാശം നമ്മൾ കേട്ടതാണ്. വലിയ ഭൂരിപക്ഷത്തോട് ജയിക്കുമെന്ന അദ്ദേഹത്തിന്റെ പ്രതീക്ഷ നമ്മൾ കേട്ടതാണ്. MA ബേബിയുടെ വാക്കുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഏതായാലും നേതാക്കളൊക്കെ രാവിലെ തന്നെ എത്തി വോട്ട് ചെയ്യുന്നു. കുടുംബസമേതമാണ് MA ബേബി വോട്ട് ചെയ്യാനായി ഇവിടെ എത്തിയത്. ഈ ഭാഗത്തുനിന്നും കാര്യമായ തിരക്കുകൾ ഇപ്പോൾ MA ബേബി വോട്ട് ചെയ്ത ശേഷം പുറത്തേക്ക് വരികയാണ്. ഇതിന്റെ പ്രതികരണം വളരെ പ്രധാനപ്പെട്ടതാണ്. CPM വലിയ പ്രതീക്ഷ തന്നെയാണ് ഈ ഘട്ടത്തിലുമുള്ളത്. 100 സീറ്റിലധികം നേടി അധികാരത്തിലെത്തുമെന്ന് മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കുന്നു. 110 സീറ്റാണ് അദ്ദേഹം ഇട്ട ഒരു MLA-മാർക്ക് നൽകിയ ഒരു ടാർഗറ്റ്. 2021 ലഭിച്ചതിനേക്കാൾ ഒരു സീറ്റെങ്കിലും അധികം കിട്ടി അധികാര തുടർച്ച ഉണ്ടാകുമെന്ന പ്രതീക്ഷ തന്നെയാണ് മുഖ്യമന്ത്രിയും കഴിഞ്ഞ ദിവസങ്ങളിലും പങ്കുവച്ചത്. ഏതായാലും നേതാക്കളുടെ അവകാശവാദമൊക്കെ എത്രത്തോളം ശരിയാണ് എന്ന കാര്യത്തിൽ അറിയേണ്ടതുണ്ട്. പോളിംഗ് ശതമാനം വർദ്ധിച്ചാൽ എത്രത്തോളം ഗുണം ചെയ്യുമെന്നൊക്കെ കണ്ടറിയണം. ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുവെങ്കിലും വളരെ ശക്തമായ കൃത്യമായ പ്രചരണം എല്ലാ ഭാഗങ്ങളിലും ഉണ്ടായിരുന്നു. അതുകൊണ്ടുകൂടിയാകാം ഒരുപക്ഷെ ഈ ആളുകൾ ഈ ഘട്ടത്തിൽ വോട്ട് ചെയ്യാത്തത്. നേരത്തെ സൂചിപ്പിച്ച കാലാവസ്ഥ പ്രശ്നങ്ങളും അതിനൊരു പരിധിവരെ കാരണമാകാം. സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നേരത്തെ 2 മുന്നണികളാണ് ഇത്തരത്തിൽ വലിയൊരു കാടടച്ചുള്ള പ്രചരണം നടത്തുന്നത്. ഇത്തവണ 3 മുന്നണികൾ എന്ന് തന്നെ പറയാം. BJP ആ രീതിയിലുള്ള പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലൊക്കെ അവരുടെ വോട്ട് ശതമാനം വർദ്ധിപ്പിക്കാനെങ്കിലും വിജയസാധ്യതയില്ലാത്ത മണ്ഡലങ്ങളിൽ പോലും കൃത്യമായ പ്രചരണം BJPയുടെ ഭാഗത്തുമുണ്ടായത്. അപ്പുറത്തേക്ക് മറ്റു ചില ചെറിയ പാർട്ടികളും ഒക്കെ ആ രീതിയിൽ പ്രചരണ രംഗത്തിറങ്ങുമ്പോൾ സ്വാഭാവികമായ ആളുകൾ ബൂത്തിലേക്ക് എത്താൻ കാരണമാകും. നേരത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിലെയും ലോക്സഭാ തെരഞ്ഞെടുപ്പിലെയും ഒക്കെ സാഹചര്യമല്ല സംസ്ഥാനത്ത്. ഒരു ഭരണം ഉണ്ട്. സംസ്ഥാനത്തെ 5 വർഷത്തെ ഭരണം തീരുമാനിക്കാനുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് തന്നെ ആളുകൾ വോട്ട് ചെയ്യാൻ എത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അവധിക്കാലം കൂടിയാണ്. സ്കൂളുകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ അതുകൊണ്ട് തന്നെ വോട്ടിംഗ് ശതമാനം ഒരുപക്ഷെ വർദ്ധിച്ചാൽ പോലും അത്ഭുതപ്പെടാനില്ല. ആ രീതിയിലുള്ള പ്രചരണം നടന്നിട്ടുണ്ട്. ഇനി അവകാശവാദങ്ങളുടെ കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇപ്പോഴും ഈ ആളുകൾ സർക്കാരിനെതിരെ രംഗത്ത് വരുന്നുവെന്ന് കോൺഗ്രസ് UDF അവകാശപ്പെടുമ്പോൾ ആൾക്കൂട്ടം ഒഴുകിയെത്തുന്നത് സർക്കാരിനെതിരെ ഭരണമാറ്റത്തിന് വേണ്ടി വോട്ട് ചെയ്യാൻ LDF അവകാശപ്പെടുമ്പോൾ ഭരണം നിലനിർത്താനാണ് ഈ ആൾക്കൂട്ടം ഈ രീതിയിൽ ഈ രാവിലെ തന്നെ എത്തുന്നതെന്ന ഒരു വിലയിരുത്തലാണ് ഇടത് കേന്ദ്രങ്ങളിൽ നിന്ന് ഉണ്ടാകുന്നത്. ഏതായാലും ഇതൊക്കെ ഒരു മാസത്തോളം നമ്മൾ സ്വാഭാവികമായിട്ട് തെരഞ്ഞെടുപ്പിന് ശേഷം കാത്തിരിക്കണം. ആരുടെ അവകാശവാദമാണ് ശരിയാകാൻ പോകുന്നത്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ഔദ്യോഗിക കണക്കുകൾ പുറത്തു വരുന്നുണ്ട്. 9 മണിവരെയുള്ള കണക്കാണ് തിരുവനന്തപുരത്തെ കണക്കുകൾ PRD പുറത്തുവിടുന്നത്. പോളിംഗ് ശതമാനം 15.38 ഔദ്യോഗിക പോളിംഗ് ശതമാനം. വർക്കലയിൽ 13.8, ആറ്റിങ്ങലിൽ 14.12, ചിറയൻകീഴ് 13.85, നെടുമങ്ങാട് 16.42, വാമനപുരം 15.77. കഴക്കൂട്ടം അതിശക്തമായ പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ്. കഴക്കൂട്ടം അവിടെ 17 അടുക്കുന്നു. 9 മണിവരെയുള്ള ഔദ്യോഗിക കണക്കുകൾ മാത്രം. വട്ടിയൂർക്കാവിൽ 17% തിരുവനന്തപുരത്ത് താരതമ്യേന കുറവാണ്, 15.39. നേമത്തും 17%അടുത്ത പോളിംഗ് ഉണ്ട്. റൂറൽ മേഖലയിൽ ഗ്രാമീണ മേഖലയിലുള്ള മണ്ഡലങ്ങളായ അരുവിക്കരയും പാറശാലയും ഒക്കെ 15ഉം 14ഉം ഒക്കെ നിൽക്കുന്നു. കാട്ടാക്കടയിൽ പക്ഷേ 16% കടന്നിരിക്കുന്നു. കോവളത്ത് 15 താഴെയേ ഉള്ളൂ. നെയ്യാറ്റിൻകരയിൽ 15.44%. അതായത് തീരെ മോശമല്ലാത്ത പോളിംഗിലേക്ക് തിരുവനന്തപുരം ജില്ലയും എത്തുകയാണ്. തിരുവനന്തപുരം മണ്ഡലത്തിലാണ് വർക്കലയിലുമാണ് അതുപോലെ കുറവുള്ളത്. വർക്കലയിൽ 13.8% മാത്രമേ ഉള്ളൂ. വരും മണിക്കൂറുകളിൽ കൂടുതൽ ആളുകൾ ബൂത്തുകളിലേക്ക് എത്തുന്ന പ്രതീക്ഷയാണ് രാഷ്ട്രീയ പാർട്ടികൾക്കുള്ളത്. പരമാവധി ആളുകൾ തങ്ങളുടെ വോട്ടുകൾ കൃത്യമായി തന്നെ പോൾ ചെയ്യിപ്പിക്കാൻ ശ്രമങ്ങൾ 3 മുന്നണികളുടെയും ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ പോളിംഗ് ശതമാനത്തിൽ ഒരുപക്ഷെ വർധനയുണ്ടാകാം. അത് ആർക്ക് ഗുണമായി മാറും, ആർക്ക് ദോഷം ചെയ്യുന്ന കാര്യമൊക്കെയാണ് ഇനി അറിയേണ്ടത്. തലസ്ഥാനത്തെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ, ഏറ്റവും ശക്തമായ മത്സരം നടക്കുന്ന ത്രികോണ പോരാട്ടമെന്ന അക്ഷരാർത്ഥത്തിൽ പറയാൻ കഴിയുന്ന മണ്ഡലങ്ങളുള്ള ഒന്നിലേറെ മണ്ഡലങ്ങളുള്ള ജില്ലയാണ് തിരുവനന്തപുരം. വട്ടിയൂർക്കാവ് തന്നെ ഒരു ഉദാഹരണമാണ്. വട്ടിയൂർക്കാവ് ശ്രീലേഖയിലൂടെ എടുക്കുമെന്ന് അല്പസമയം മുമ്പാണ് നമ്മോട് സംസാരിക്കുമ്പോൾ ശ്രീലേഖ വ്യക്തമാക്കിയത്. അവിടെ VK പ്രശാന്ത് ഇപ്പോഴും ശക്തമായ വിജയപ്രതീക്ഷയിൽ തന്നെയാണ്. K
മുരളീധരനും ഞാൻ മാത്രമാണ് അവിടുത്തെ വോട്ടർ, അതുകൊണ്ട് തന്നെ ഞാൻ മണ്ഡലം വിട്ടുപോയുള്ള അവകാശമായി മുരളീധരനും രംഗത്ത് വന്നു. അതുപോലെ നേമത്ത് ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ഈ ഘട്ടത്തിലും. കഴക്കൂട്ടം അതുപോലെയാണ്. കഴക്കൂട്ടത്തെ കടകംപള്ളിക്ക് ആരോപണങ്ങൾക്ക് അവസാന ഘട്ടത്തിൽ BJP ക്യാമ്പുകളിൽ നിന്ന് വന്നിട്ടുണ്ട്. പക്ഷേ ആ വിവാദങ്ങളൊന്നും മേശില്ല. ഇത്തവണയും അയ്യപ്പൻ തുണയ്ക്കും അതുപോലെ തന്നെ ജനങ്ങളും തുണയ്ക്കുമെന്ന പ്രതീക്ഷയിലാണ് കടകംപള്ളി സുരേന്ദ്രനുള്ളത്. തിരുവനന്തപുരം സെൻട്രലിൽ ശക്തമായ പോരാട്ടം. CP ജോൺ ഇത്തവണ പിടിച്ചെടുക്കുമെന്ന് വലിയ പ്രതീക്ഷ UDF കേന്ദ്രങ്ങൾക്ക് ഉണ്ട്. അതുപോലെ തന്നെയാണ് അരുവിക്കരയിലും VS ശിവകുമാറുടെ മണ്ഡലം തിരിച്ചുപിടിക്കാവുന്ന പ്രതീക്ഷയാണ് UDF പുറത്തുന്നത്. നെയ്യാറ്റിൻകരയും പാറശാലയും ഒക്കെ അതിശക്തമായ പോരാട്ടങ്ങൾ നടക്കുന്നു. ഇവിടെയെല്ലാം BJP ഒരു നിർണായക ഘടകമായി മാറുന്നു എന്നുള്ളത് കൂടിയാണ് പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ MA ബേബി CPM ജനറൽ സെക്രട്ടറി വോട്ട് രേഖപ്പെടുത്തിയ കുടുംബസമേതം അദ്ദേഹം വരികയാണ്. അദ്ദേഹത്തിന്റെ പ്രതികരണം വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ മണിക്കൂറുകളിൽ എന്താണ് CPMന്റെ പ്രതീക്ഷയെന്ന് സംസ്ഥാന സെക്രട്ടറി വ്യക്തമായി കഴിഞ്ഞു. ജനറൽ സെക്രട്ടറി MA ബേബിയും സ്വാഭാവികമായും ആ കാര്യം അദ്ദേഹം കുടുംബസമേതമാണ് വോട്ട് ചെയ്യാനെത്തിയത്. അദ്ദേഹത്തിന്റെ പ്രതികരണം വളരെ പ്രധാനപ്പെട്ടതാണ്. ബേബിയുടെ പ്രതികരണങ്ങളിലേക്ക് സരിത. LDFന് അനുകൂലമായ വലിയ ഒരു ജനമുന്നേറ്റം രാഷ്ട്രീയ സാക്ഷരതയുള്ള കേരളത്തിലെ ജനങ്ങളുടെ വളരെ വിപുലമായ വിശ്വാസം അതാണ് ഇന്നത്തെ വോട്ടെടുപ്പിൽ രേഖപ്പെടുത്തപ്പെടുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏപ്രിൽ മാസം 9-ാം തീയതിയാണ് ഇന്ന് ഈ വോട്ടെടുപ്പ് നടക്കുന്നത്. ഏപ്രിൽ ആദ്യത്തെ ആഴ്ചയാണ് EMSന്റെ നേതൃത്വത്തിൽ ആദ്യമായി ഒരു ജനപക്ഷ ഗവൺമെന്റ് 1957 ഏപ്രിൽ 5 കൃത്യമായി പറഞ്ഞ ഇന്നേക്ക് 4 ദിവസം മുമ്പ് 69 വർഷങ്ങൾക്ക് മുമ്പ് നിലവിൽ വന്നത്. ഭൂപ്രഭുത്വം കേരളത്തിൽ തുടച്ചുമാറ്റാനുള്ള നടപടികൾക്ക് തുടക്കം കുറിച്ചത് ആ ഗവൺമെന്റാണ്. അതിനുശേഷം ഇടതുപക്ഷ ഗവൺമെന്റുകൾ കേരളത്തിന്റെ മുന്നേറ്റങ്ങൾക്ക് അടിത്തറയിട്ടു. നയനാർ ഗവൺമെന്റിന്റെ കാലത്ത് സമ്പൂർണ്ണ സാക്ഷരതയും ജനകീയാസൂത്രണവും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. ഇടയ്ക്ക് UDF ഗവൺമെന്റ് കേരളത്തിനെ പിന്നോട്ടടിക്കുന്ന സമീപനങ്ങൾ എടുത്തു. അത് ഞാൻ വിശദീകരിക്കുന്നില്ല. ഇപ്പോൾ 10 വർഷം പൂർത്തിയാക്കിയ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള LDF ഗവൺമെന്റ് വർദ്ധിച്ച ജനപിന്തുണ നേടിയെടുത്തുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വരും. ആ LDF വിജയം പുതിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കും. തുടർച്ചയാണ്. എന്നാൽ കൂടുതൽ ആഴത്തിലും വ്യാപ്തിയിലുമുള്ള പരിഷ്കാരങ്ങൾ, ഒരു വിജ്ഞാന സമൂഹമായി കേരളത്തെ മാറ്റുക, വിജ്ഞാന സമ്പദ്ഘടന കേരളത്തിൽ വികസിപ്പിക്കുക, ഒരു നവകേരളം സൃഷ്ടിക്കുക, അതിന് അനുകൂലമായ വിധിയാണിത്. അതേസമയം ഞങ്ങൾക്ക് ഒരുപാട് നേട്ടങ്ങൾ പറയാനുള്ളതിനിടയ്ക്ക് ഞങ്ങൾക്കൊരു കോട്ടങ്ങളും ഉണ്ടായിട്ടില്ലെന്നല്ല, ബോധപൂർവമല്ലാതെ ചില പോരായ്മകളോ കുറവുകളോ സംഭവിച്ചിട്ടുള്ളത് മാധ്യമങ്ങളും ജനങ്ങളും ചൂണ്ടിക്കാണിച്ച അത് ഉൾക്കൊണ്ട് തിരുത്തിക്കൊണ്ടായിരിക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പുതിയ ഗവൺമെന്റ് കൂടുതൽ ജനവിശ്വാസം ആർജിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പോകുന്നു. ശ്രീ കെ സുധാകരൻ അതിനെക്കുറിച്ച് പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ട്. അതിനുവേണ്ടി നമുക്കെല്ലാം പ്രാർത്ഥിക്കാം. അദ്ദേഹം രാഷ്ട്രീയ വനവാസത്തിന് പോകാൻ ഇടയാവാത്ത സാഹചര്യം സൃഷ്ടിക്കാൻ. അതാണ് UDF ക്യാമ്പിൽ തന്നെയുള്ള അഭിപ്രായം. മതിയല്ലോ. തിരക്ക് പല ബൂത്തുകളിലുമുണ്ട്, പല ജില്ലകളിലുമുണ്ട്. അത് സർക്കാർ വിരുദ്ധ വോട്ടുകൾ ഒന്നാകെ ഒഴുകി വരുന്നു എന്നാണ് പ്രതിപക്ഷം അവകാശപ്പെടുന്നത്. ഈ ഘട്ടത്തിൽ പ്രതിപക്ഷത്തിന്റെ അവകാശം വീട് പാവപ്പെട്ടവർക്ക്, ഉരുൾപൊട്ടലിൽ നഷ്ടപ്പെട്ടവർക്ക് വീട് വെച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് പിരിച്ച കാശിന്റെ കണക്കില്ലാതെ അത് പലരുടെ കീശയിലേക്ക് ഒഴുകിപ്പോയ കേരളത്തിന് അവമാനമാണ്. UDFും കോൺഗ്രസും ഈ വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് നടത്തിയ മരിച്ചുപോയവരുടെ ഓർമ്മയെ സാക്ഷി നിർത്തി പിരിച്ച പണം അപഹരിച്ചത്. അപ്പൊ അതുപോലെ അത്തരത്തിലുള്ള UDF വിരുദ്ധ വികാരമാണ് ജനങ്ങൾക്കിടയിൽ. വിശ്വസിക്കാൻ പറ്റാത്ത കൂട്ടം. ഹരിയാനയിൽ സീറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞ് വലിയ കോഴകൾ കേരളത്തിലെ പ്രമുഖ കോൺഗ്രസ് നേതാക്കന്മാർ ഈടാക്കിയതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ കോൺഗ്രസിന്റെ മഹിളാ വിഭാഗത്തിന്റെ നേതൃത്വം തന്നെയാണ് പ്രഖ്യാപിച്ചത്. ഇങ്ങനെ എല്ലാ നിലയിലും പ്രതിസ്ഥാനത്ത് നിൽക്കുകയാണ് കോൺഗ്രസും UDFും. അതുകൊണ്ട് ഈ ജനങ്ങളുടെ തള്ളിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ ഒരു വികാര ആവേശത്തിന്റെ
ആവിഷ്കാരമായിട്ടാണ് ഞാൻ കാണുന്നത്. UDF സഹായിച്ചിട്ടുള്ളപ്പോൾ മാത്രമേ അസംബ്ലിയിലേക്കും പാർലമെന്റിലേക്കും ഒക്കെ BJPക്ക് എന്തെങ്കിലും ചില്ലറ നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. അത്തരത്തിലുള്ളതൊന്നും ഇത്തവണ പ്രവർത്തിക്കും എന്ന് ഞങ്ങൾ കരുതുന്നില്ല. MA ബേബിയുടെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. എന്തായാലും ഇടതുപക്ഷ തരംഗം ഇതാണ് MA ബേബിയും CPM ജനറൽ സെക്രട്ടറി മുന്നോട്ട് വയ്ക്കുന്നത്. വലിയ ആത്മവിശ്വാസമാണ് ഇടത് ക്യാമ്പിന്. ഒപ്പം തന്നെ BJP അക്കൗണ്ട് തുറക്കില്ല. ഇതൊക്കെയാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. എന്തായാലും രാഷ്ട്രീയ നേതൃത്വങ്ങൾ രാവിലെ മുതൽ വലിയ കോൺഫിഡൻസ് ആണ് മുന്നോട്ട് വയ്ക്കുന്നത്. ഭരണ തുടർച്ചയെന്ന് ഇടതു നേതാക്കൾ, അതേസമയം ഭരണമാറ്റമെന്ന് UDF, വലിയ മുന്നേറ്റമുണ്ടാക്കുമെന്ന് BJP. എന്തായാലും എല്ലാവരുടെയും അവകാശവാദങ്ങൾക്ക് ഇനി അത് വസ്തുത തെളിയണമെങ്കിൽ നീണ്ട ഒരു കാത്തിരിപ്പ് നമുക്ക് മുന്നിലുണ്ട്. തൽക്കാലം പോളിംഗ് പുരോഗമിക്കുന്നു. അതിശക്തമായ പോളിംഗ് രാവിലെ മുതൽ രേഖപ്പെടുന്നു. പോളിംഗ് ശതമാനം എത്ര കണ്ട് ഉയരുമെന്നത് കണ്ടറിയേണ്ടതുണ്ട്. നമുക്ക് വരുന്ന മണിക്കൂറുകൾ ഇക്കാര്യത്തിൽ നിർണായകമാണ്. ഒരു ചെറിയ ഇടവേളയാണ് മണിയിൽ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.